ചൂട് കനത്തതോടെ വിപണി കീഴടക്കാൻ ആരായിരിക്കും വരിക? ഒറ്റ വരവേ ഉള്ളൂ. അവൻ്റെ പേരാണ് മിസ്റ്റർ തണ്ണിമത്തൻ. വഴിയോര കച്ചവട കേന്ദ്രങ്ങളിലും മാളുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഇപ്പോൾ താരം തണ്ണിമത്തനാണ്. തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കാനെത്തുന്നവരുടെ എണ്ണം കൂടിയെന്ന് കച്ചവടക്കാരും പറയുന്നു. തണ്ണിമത്തൻ കഥ. കാറ്റൊക്കെ മാറി വേനൽ മുള പൊട്ടിയാൽ പിന്നെ ഈ പച്ചക്കുപ്പായക്കാർക്ക് നാട്ടിൽ വൻ ഡിമാൻഡാണ്. ഉഷ്ണമോ വരൾച്ചയോ ഇവനൊരു പ്രശ്നമല്ല. കൂടെ കൂട്ടിയവരുടെ ഉള്ളു തണുപ്പിക്കാൻ ഇവനെ കഴിഞ്ഞേ മറ്റാരുമുള്ളൂ. ഇപ്പം ചൂടല്ലേ, പാലക്കാടത്തെ ചൂടിന് ഇതെങ്കിലും വേണ്ടേ. വീട്ടിലേക്ക് നടന്നു പോകണം, അപ്പോൾ ഒത്തിരി ആശ്വാസത്തിന്. ഹീറ്റിനെ പ്രതിരോധിക്കുന്ന ഏറ്റവും വലിയ ഒരു സാധനമാണ് ഈ തണ്ണിമത്തൻ. അത്രയും ഡിമാൻഡ് കൂടിയിരിക്കുന്നു, പക്ഷെ സാധനം അവിടെ കിട്ടാനില്ല. നിത്യേന ഉയർന്നുകൊണ്ടിരിക്കുന്ന ചൂടിന് അല്പമെങ്കിലും ശമനമുണ്ടാക്കാൻ മലയാളിക്ക് ഇപ്പോൾ തണ്ണിമത്തൻ വേണം. തമിഴ്നാട്ടിലെ വെള്ളപ്പൊക്കം വിപണിയിൽ തണ്ണിമത്തിന് ഡിമാൻഡ് വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും സംസ്ഥാനത്തെ എല്ലാ കവലയിലും തണ്ണിമത്തൻ സ്റ്റാറാണ്. വിലയിൽ വലിയ മാറ്റങ്ങളില്ല. കഴിഞ്ഞ വേനൽ പോലെ കിലോയ്ക്ക് ഇത്തവണയും 25 മുതൽ 30 രൂപ വരെ തന്നെ. ചൂട് കൂടിയതുകൊണ്ട് തണ്ണിമത്തൻ കച്ചവടം ചിലപ്പോൾ ഒരു ജ്യൂസ് കുടിക്കുന്നവർ 2-3 ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിക്കാറുണ്ട്. വില കൂടുതലുള്ള കിലോ 30 രൂപ വെച്ചിട്ടുണ്ട്. നാടൻ തണ്ണിമത്തിനൊപ്പം തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും തണ്ണിമത്തൻ എത്തുന്നുണ്ട്. പക്ഷേ മലയാളിക്ക് പ്രിയം കടും പച്ച നിറത്തിലുള്ള കറാച്ചി തണ്ണിമത്തിനോടും കിരൺ തണ്ണിമത്തിനോടും ഒക്കെയാണ്. ഇനി വേനലിനൊപ്പം റംസാനും കൂടി എത്തുമ്പോൾ തണ്ണിമത്തനെ പിന്നെ വിപണിയിൽ പിടിച്ചാൽ കിട്ടില്ല. റിപ്പോർട്ടർ, പാലക്കാട്.